ഹെവി റഷ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഹെവി റഷ്. ഇതാണ് കൊച്ചി ട്രാഫിക്. ഈ സിവിക് സെൻസിൻ്റെ മാത്രമല്ല. കണ്ട അയ്യോ എൻ്റെ ഗ്ലാസ്. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് വിച്ച് ഐ എം ടോക്കിംഗ് അബൌട്ട്. Good evening, buddies. It's a wonderful evening. So in Ernakulam, block number 3. It's a wonderful day. Wrong side. നന്നായി ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് അതാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇട്ടു, രണ്ടാമത്തെ വീഡിയോ എഡിറ്റിംഗ് ഇട്ടിട്ടില്ല. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റിവ്യൂസ്, അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്ക്. ഐ റിയലി വെൽക്കം ദോസ് ഫീഡ്ബാക്ക്. ഇറ്റ്സ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം. ഇതാണ് നിർത്തി കൊടുക്കാൻ ഭയങ്കര പടിയാണ്. നമ്മൾ ബൈക്ക് ആയതുകൊണ്ട് നിർത്താൻ ഭയങ്കര പേടിയാണ്. ചിലപ്പോൾ പുറകിൽ ഏത് സ്പീഡിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. വന്നിടിക്കും. ഇടി കിട്ടിയാൽ കഴിഞ്ഞല്ലോ, അറിയാലോ ബൈക്കിന്. എടപ്പള്ളിയിലെ ഏറ്റവും വലിയ പമ്പാണ്. കാർ വാഷ്, ഡൈനിങ്, അൽത്താസ എല്ലാം ഉണ്ട്. ബൈ ഒരു 200 ദിവസവും. This is basically a short ride to MG Road. കുറേ കാലമായിട്ട് എനിക്ക് പോകണമെന്ന് വിചാരിച്ച ഒരു ഏരിയ ആണ്. ബിക്കോസ് ദാറ്റ്സ് വേ ദ മോസ്റ്റ് റഷസ്. And especially for the channel that I'm kind of running, it's very important for me to kind of see what's actually happening. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ്, നീ സിവിക് സെൻസ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ നീ ലെഫ്റ്റിലൂടെയാണല്ലോ ഓവർടേക്ക് ചെയ്തത്. I mean, it's a very valid thing, a valid question, I would say. But let's look at this road, right? ഇതിപ്പം ഈ ഒരു റോഡിൽ if it's a fast moving traffic, നമ്മൾ സ്പീഡിൽ ലെഫ്റ്റിലൂടെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബോട്ട് മൈ തോട്ട് ഇസ് ആ ഒരു കാറുകാരൻ ഇങ്ങോട്ടേക്ക് എടുക്കാനുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ്. സോ അപ്പം പിന്നെ സ്ലോ മൂവിങ് ട്രാഫിക് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സൈഡിലൂടെ പോകുന്നത്. കാരണം ഐ കനോട്ട് ഗോ ടു ദ അതർ സൈഡ് ഓഫ് ദി കാർ ആൻഡ് ടേക്ക് ദ റൈറ്റ്. ഇപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, 3 കാറിന് പോകാനുള്ള ഒരു സ്ഥലം ശരിക്കും ആയിട്ടുണ്ട്. പക്ഷേ ഒരാൾ ഒരറ്റത്തും ഒരാൾ മറ്റേ അറ്റത്തും വെക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രോബ്ലംസ് ആണ്. ബൈക്കിന് ഇങ്ങനെ ഇടയിലൂടെ മെനൂർ ചെയ്ത് പോകാനേ നടക്കുള്ളൂ. അപ്പോൾ ഇതാണ് പള്ളി ട്രാഫിക്. എന്താ ദൈവമേ, അടുത്ത ആംബുലൻസ് കാത്തോളാം ആരായാലും. ഈ കുഴി കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ശരിക്ക് ലിറ്ററലി ഞാൻ ഫസ്റ്റ് വീഡിയോ ബ്ലോഗിൽ പറഞ്ഞ മാതിരി കയം. കുഴി എന്തുകൊണ്ട് അത് അടയ്ക്കുന്നില്ല എന്നുള്ളൊരു റീസൺ കണ്ടെത്തണമല്ലോ. നമ്മുടെ ചങ്ങപ്പുഴ പാർക്ക്, ഇറ്റ്സ് എ നൈസ് ഏരിയ. ഇവിടെ ആവശ്യമുള്ള ഒരുപാട് കടകളുണ്ട്. ബാഗ്സ്, നമ്പർ പ്ലേറ്റ്സ്, പിന്നെ സ്റ്റിക്കറിങ്, ഇതെല്ലാം ഈ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് കടകളാണ്. വണ്ടി പാർക്കിംഗ് ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ കാറിൻ്റെ ഒരു ആവശ്യത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ പാർക്ക് ദ കാർ ദെയർ. ഇതാണ് നമ്മുടെ ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷൻ. ഈ റോഡിലൂടെ ബൈക്കിൽ നല്ല സുഖമായിട്ട് പോകാം. കാറിൽ കുറച്ച് ടൈറ്റാണ്. പക്ഷേ ഐ ലൈക്ക് ദിസ് ഏരിയ മാൻ. കാരണം വൈകിട്ട് ഈ വണ്ടി എടുത്ത് ഇങ്ങനെ നമുക്ക് ഇതിലൂടെയൊക്കെ ഇങ്ങനെ മനൂർ ചെയ്ത് MG റോഡ് എത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഹരം തന്നെയല്ലേ. ഇവിടെയാണ് വെസ്ലീസിൻ്റെ ഒരു റെസ്റ്റോ കഫേ. ഇറ്റ്സ് എ വെരി നൈസ് റെസ്റ്റോറൻറ്റ് തിങ്. യു ഷുഡ് ട്രൈ ഇറ്റ്. ഇറ്റ്സ് ഓൺ ദ എക്സ്പെൻസീവ് സൈഡ്, ഐ വുഡ് സേ. പക്ഷേ ആൻഡ് ഇറ്റ് ടേക്സ് ടൈം 20-25 minutes, ബട്ട് ഇറ്റ്സ് റിയൽ ഗുഡ് ഫുഡ്. ക്ലോസ് കോൾ എൻ്റെ പൊന്ന് ചേട്ടാ. ദിസ് ഈസ് പാലാരിവട്ടം ഈസ്റ്റ്. ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ എല്ലാം ഓരോ കമ്പനിയുടെ പേരാണല്ലോ. ഇത് പാലാരിവട്ടം ഈസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഈസ്റ്റ് എടുത്തത്. ഇപ്പോൾ ഇവിടെ ട്രാഫിക് ഉണ്ടല്ലേ, ബൈക്കാർക്ക് പോലും കയറാൻ പറ്റില്ല, അത്രയും ടൈറ്റാണ് ഇവിടെ. ദിസ് ഈസ്
another bottleneck towards this side. ഇങ്ങനെയൊക്കെ കയറ്റാണോ എന്ന് ചോദിച്ചാൽ കയറ്റരുത് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതേതാ ഒരു ചണ്ഡീഗഡ് വണ്ടി, ഒരു കേമനസ്, ആകെ ഇച്ചിരിയേ ഉള്ളൂ. ഇതെന്ത് മോഡിഫൈഡ് ആണോ അല്ലെങ്കിൽ ഇത് എന്തു അത്? പക്ഷേ കേമൻ കൊള്ളാം, വെരി നൈസ്. ഇത് പാലാരിവട്ടം കഴിഞ്ഞിട്ടുള്ളൊരു ജംഗ്ഷൻ. ഇവിടെ ഭയങ്കര പള്ളിയുടെ സൈഡിലായിട്ട് ഭയങ്കര കുഴികളാണ്. ഈ കുഴികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം കാരണം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്ന ഒത്തിരി ആൾക്കാരാണ്. അപ്പോൾ അതിൽ സ്കൂട്ടർ ഓടിക്കുന്നു. ഇപ്പോൾ സ്കൂട്ടർ കണ്ടവനുള്ളത് കൊണ്ട് പ്രായമായിട്ടുള്ള ഒത്തിരി ആൾക്കാരും സ്കൂട്ടർ എടുത്ത് പോകുന്നുണ്ട്. സ്ത്രീകളും ചിലപ്പോൾ പഠിച്ചിറങ്ങിയതേ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ലൈസൻസ് കിട്ടിയിട്ടാണല്ലോ വണ്ടി പുറത്തേക്ക് എടുക്കുന്നത്. സ്പീഡിൽ പോകുമ്പോൾ ഈ കുഴിയിലൊന്ന് വീണ് കഴിഞ്ഞാൽ ബാലൻസ് തെറ്റാനായിട്ട് നമ്മൾ തന്നെ ഇത്രയും കാലമായിട്ട് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് ബാലൻസ് തെറ്റുന്നുണ്ട്. ഐ ആം ജസ്റ്റ് വണ്ടറിങ്, ദിസ് ഈസ് സംതിങ് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങളാണ് ശരിക്കൊക്കെ. അറ്റ്ലീസ്റ്റ് വലിയ കുഴികളെങ്കിലും ഒന്ന് അടയ്ക്കുക. മഞ്ഞക്കിളി BMW ആണ് JLN സ്റ്റേഡിയം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ റെഫറൻസ് കറക്റ്റാണ്. പാലാരിവട്ടം ഈസ്റ്റ് JLN സ്റ്റേഡിയം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജെയിൻ ട്യൂബ്സ്. ഇപ്പോൾ 2 J ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് എ മാർക്കറ്റിംഗ് തിങ്. ഇതടുത്തൊരു ബോട്ടിൽ നെക്കാണ്. നമ്മുടെ ദേശാഭിമാനി റോഡാണ്. അവിടെ ഒരു കുഴി, വമ്പൻ കുഴി. ഈ റോഡിലാണെങ്കിൽ കുറേ സീബ്ര ക്രോസിംഗ് ഉണ്ട്. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറും വരി യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ആൾക്കാർ നിർത്തി കൊടുത്താലല്ലേ അത് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ആ പള്ളീൻ്റെ അവിടെ ഒരു സിഗ്നലൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ക്രോസിംഗ്. എന്നാലും നിർത്തൂല, പക്ഷേ ചില ആൾക്കാർ ഫോഴ്സ്ഫുള്ളി അങ്ങ് ചാടും. യെസ്, ഇതാണ് കല്ലൂർ മെട്രോ സ്റ്റേഷൻ. ആൻഡ് ദിസ് ഈസ് സ്പോൺസേർഡ് ബൈ, കിട്ടിയില്ല കേട്ടോ. സ്കോഡ സൂപ്പർബ്, കിട്ടുക്കാച്ചി കളറാണ് വന്നത്, ഒരു രക്ഷയില്ല, ബ്യൂട്ടിഫുൾ. ഇത്രയും ഷാർപ്പ് ഫീച്ചേഴ്സ് ഉള്ള വണ്ടികൾ വേറെ ഇല്ല. ഫോക്സ്വാഗൻ ആൻഡ് സ്കോഡ, സോ ബ്യൂട്ടിഫുൾ കാർസ് ദേ ആർ മേക്കിംഗ്. ഞാൻ അയാളുടെ അടുത്ത് കയറിക്കോളാൻ പറഞ്ഞു. ഗുഡ്. ഇതാണ് അടുത്ത മെട്രോ സ്റ്റേഷൻ. ആൻഡ് ദിസ് ഈസ് ടൗൺ ഹാൾ. എൻ്റെ അമ്മേ, ഈ റോഡിൽ ഇത് നമ്മുടെ ടൗൺ ഹാൾ ലെഫ്റ്റ് സൈഡിലാണ്. ഈ പാലം ഇറങ്ങി കയറി. ഇവിടുത്തെ റോഡ് ഭയങ്കര കോമഡിയാണ്. ഇവിടെ നിന്നൊക്കെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ഇവിടെ നിന്ന് തുടങ്ങി കണ്ട ചാടി. ഇവിടെ റോളർ കോസ്റ്റർ മാതിരിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താഴെ. അത് ഈ സൈഡ് കണ്ടോന്ന് അറിയില്ലേ, റൈറ്റ് സൈഡ്. ഇവിടെ കുറേ റോഡ് പൊന്തി താന്ന്, ഇവിടെ കുറേ. അടുത്തൊരു ആംബുലൻസ് ദൈവമേ കത്തുള്ള. കേരളത്തിലെ ആൾക്കാർ റിയലി ഗുഡ്. They ensure that they give space to, they give way to ambulance. Mahindra rocks. ഇതിപ്പം ലെഫ്റ്റ് സൈഡിൽ ഷീമാട്ടിയാണ് ബേസിക്കലി. ഇവിടുന്ന് വരുമ്പോൾ റൈറ്റ് പിടിച്ച് നേരെ പോകണേ റൈറ്റ് പിടിച്ച് വരാതിരിക്കും നല്ലത്, കാരണം ഇവിടെ ഒരു യൂ ടേൺ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റിലൂടെ കയറി അങ്ങ് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ മൂവ് ഫോർവേഡ്. അപ്പോൾ സ്ട്രെയിറ്റ് ഈ ജംഗ്ഷനിൽ നിന്ന് സ്ട്രെയിറ്റ് യു ഗോ ടു മെറീൻ ഡ്രൈവ്. കഴിഞ്ഞ ദിവസം നമ്മൾ മെറീൻ ഡ്രൈവ് വാക്ക് വേയിലൊക്കെ പോയ അവിടേക്ക് എത്തും. ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് 2 kilometers ഫ്രം ഹിയർ. ഫ്രീ ലെഫ്റ്റ് ആയിരുന്നു, പക്ഷെ ഇവിടെ ആൾക്കാർ ഇവിടെ വന്ന് കയറി നിൽക്കും. കാറെങ്ങാനും കയറിയുന്ന ഓട്ടോയൊക്കെ ആണെങ്കിൽ പുറകുന്ന ഓണടിച്ച് ശരിയായി കളയും. പക്ഷെ ഇവിടുന്ന് സ്റ്റോപ്പ് കാണിച്ചിരിക്കുകയായിരുന്നു. ബൈക്കിന് കയറാൻ തോന്നുന്നു. അഗൈൻ ഐ ഡോണ്ട് നോ ഇഫ് ഐ ഡിഡ് സംതിങ് റോങ്. പോസിബിളി ഐ മൈറ്റ് ഹാവ്. This is our
famous MG Road. I like this place. ഇവിടുത്തെ ഒരു വൈബ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ വൈബ്. ഒത്തിരി അടിപൊളി കടകളും പിന്നെ നല്ല അടിപൊളി കുറേ ബാറുകളും ഉണ്ട്. നടക്കാനൊരു സ്ഥലമുണ്ട് ഇവിടെ അടുത്ത്. റൈറ്റ് സൈഡിൽ അവിടെ സെൻട്രലുണ്ട് ഈറ്ററീസും. പക്ഷേ ഐ തിങ്ക് പീപ്പിൾ ആർ ഷിഫ്റ്റിംഗ് ഫ്രം ദിസ് ഏരിയ to kind of other areas like Edapalli is one prime location now these days. But if we wanted to get something branded, then I think you need to come to MG Road. You just need to park your vehicle in the front of the road. You just can take a walkway, footpath ഒക്കെ I think it's kind of reasonable. ചില സ്ഥലങ്ങളിൽ മാത്രം ചിലപ്പോൾ അവിടെ ഇവിടേക്ക് ഒന്ന് പൊട്ടി ഇരിപ്പുണ്ടെന്നല്ലാതെ. ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നുണ്ടോ എന്നറിയില്ല, ഒരു സ്ട്രെയിറ്റ് അല്ല, ബമ്പും ഇതൊക്കെ ഉണ്ടാവും. ബട്ട് അറ്റ്ലീസ്റ്റ് യു ക്യാൻ വാക്ക്. ഇപ്പോൾ പാർക്കിംഗ് ഇസ് ഐഡ്ലി നോട്ട് അലൗഡ്. ഇവിടെയൊക്കെ പണി കിട്ടുന്ന സ്ഥലമാണ് പാർക്ക് ചെയ്താൽ. അപ്പോൾ ഇതാണ് മഹാരാജാസ് കോളേജ് മെട്രോ. ചേട്ടന്മാർ രണ്ടുപേരും തുടങ്ങിയിട്ടുണ്ട് ബസ്സുകാർ. ഇത് കഴിഞ്ഞ ദിവസം 24-ലൊരു ഇതുണ്ടായിരുന്നു, ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു ഈ ബസ്സുകാരുടെ ഈ മത്സര ഓട്ടവും. ഇപ്പം ഗണേഷ് കുമാർ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഗണേഷ് ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിയോ ടാഗിങ്, 5 മിനിറ്റ് കൂടുമ്പോഴുള്ള സ്കെഡ്യൂള്, ഇതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഈ തിരക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണല്ലോ. തിരക്കുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടണം. ഈ ജംഗ്ഷനിൽ ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും. കാരണം ഇത് ലെഫ്റ്റിലേക്ക് വൈറ്റില്ല എന്ന് വരുന്ന വണ്ടികളെല്ലാം MG റോഡിലേക്ക് കയറുന്ന ഒരു ജംഗ്ഷനും പിന്നെ നേരെ തേവര ഫോർട്ട് കൊച്ചിക്കുള്ള തിരക്കും വൈറ്റാണല്ലോ. പുള്ളി ഹോൺ അടിക്കുന്നുണ്ട്. ഹോൺ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രാഫിക് മാറുമായിരിക്കും. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതിൻ്റെ ഒരു എന്തായിരുന്നു, പച്ച സിഗ്നൽ കത്തിക്കഴിഞ്ഞാൽ അപ്പം ഹോണടി തുടങ്ങും. ഇതുകൊണ്ട് മാനസികമായിട്ടുള്ളതാണ് എല്ലാം. ഒരു മനസ്സിൻ്റെ സുഖമാണല്ലോ, ഒരു മാനസിക സുഖം, അത്രേ ഉള്ളൂ. എന്നാൽ അടി നിർത്തുമോ? ഈ പുള്ളി അടിക്കുന്ന ആൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഇത് വരില്ലേ? അതാ 1, 2 ഒരു ബസ് സ്റ്റോപ്പാണ്. അതിപ്പോൾ ഇതിലൊക്കെ കയറ്റി ഒരാൾ ഫ്രണ്ടിലേക്ക് എടുത്തു. ഇനിയിപ്പോൾ കാണാം ഇവിടെ മത്സര ഓട്ടം. ബാക്കിൽ 2 ബസ്സുണ്ട്. ഇറ്റ്സ് നോട്ട് എ നൈസ് തിങ് ടു ഡു. കംപ്ലീറ്റ്ലി ഹെയ്റ്റ് ഇട്ട്. അതെന്തത്? കോട്ടെ, ഇതാണ് രവിപുരം റോഡ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ MG റോഡിൽ തിരക്കാണെങ്കിലും ഇറ്റ്സ് എ സ്ലോ മൂവിങ് ട്രാഫിക്. കുറേ മരങ്ങളും ഈ റോഡ് വീതി കൂട്ടുന്ന കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, മരങ്ങൾ മുറിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫേമസ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇവിടെ നിന്നാണ് നമ്മുടെ മെയിൻ കുറേ ഷിപ്പുകളൊക്കെ ഉണ്ടാക്കി പോയത്. ആർമിക്ക് വേണ്ടിയിട്ടുള്ള, നേവിക്ക് വേണ്ടിയിട്ടുള്ള ഷിപ്പ്. എങ്ങോട്ടാ എന്താ പ്രശ്നം? എന്താണ് പുള്ളി ലെഫ്റ്റിലേക്ക്? സോ നമുക്ക് ഈ ലൈൻ കീപ്പ് ചെയ്തങ്ങ് പോവാം, അതാണ് നല്ലത്. ഷിപ്പ്യാർഡ് സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ടു പബ്ലിക്. ഇവിടെയാണ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ, ഷിപ്പ്യാർഡിൻ്റെ. ഞാനിപ്പോൾ ഈ ബൈക്കിൽ വരുമ്പോഴാണല്ലോ നമ്മളിതൊക്കെ കാണുന്നത്, ശ്രദ്ധിക്കുന്നത് കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്ന് നല്ല പറഞ്ഞല്ലോ നേരത്തെ, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര വെയിലാണ്, നല്ല ചൂടാണ്. ജാക്കറ്റ് വിട്ട് എൻ്റെ അമ്മച്ചി. ഈ സൈഡ് കണ്ടോ മരങ്ങൾ? അവിടുത്തെ ആ മരം വെട്ടി വെച്ച മാതിരിയുണ്ട് ശരിക്കും. ബസ്സുകൾ പറന്ന് പോയതാണ്, എല്ലാം ഷേപ്പായി
ഇതൊക്കെ എത്ര വർഷം പഴക്കമുണ്ടാവുമെന്ന് അറിയും മരത്തിനൊക്കെ. ഓ, ഫുള്ള് വേരുകളാണ്. അമ്മോ, ഇതുപോലത്തെ കുഴിയാണ് ഞാൻ പറഞ്ഞത്, കണ്ടോന്നറിയില്ല. ഇതിലായിരിക്കും ചെന്ന് വീണ് കഴിഞ്ഞാൽ ഈ കുഴി കണ്ട, ഇതിലാണ് ഈ ഞാൻ പറഞ്ഞ ഈ സ്കൂട്ടറുകാർ വീഴുന്നത്. Keep going, going. ഒരു ആംബുലൻസ് വരുന്നുണ്ടല്ലോ, ദൈവമേ, മാറ്റി കൊടുക്കട്ടെ. എന്താ ദൈവമേ, ആരായാലും കാത്തോളൂ. എന്തായാലും ഞാൻ കയറ്റിപ്പോയി, ഇനിയിപ്പോൾ ഇതിലൂടെ കയറ്റാം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇതിലൂടെ ആരെങ്കിലും വന്നാൽ ഓക്കെ ഫൈൻ. ഇത് കണ്ടില്ല, ഇപ്പോൾ ഒരു ആംബുലൻസ് അവിടെ ജംഗ്ഷനിൽ നിൽക്കുകയാണ് ബേസിക്കലി. പക്ഷെ ആംബുലൻസ് അത് തുറന്നു കൊടുക്കില്ല. ആൻഡ് ഐ തിങ്ക് ദേ ആർ സ്റ്റിൽ ദെയർ. ഇല്ല, അവർ പോയി. ഓക്കെ, ഗുഡ്. ഇതാണ് സെൻട്രൽ സ്ക്വയർ മോൾ. ഈ റോഡിൽ വന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിടും, ഈ MG റോഡിൽ. ഞാൻ ഈ രണ്ട് വഴിയേ ഉള്ളൂ, ഈ രണ്ട് ഇറ്റ്സ് എ 2 lane, ഇറ്റ്സ് എ വെരി ടൈറ്റ് 2 lane. ഈ സൈഡിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. ഹസാർഡ് ലൈറ്റോ ഒന്നും ഇടൂല. ഓട്ടോസ് ഫൈൻ, കാരണം ആൾക്കാരെ ഇറക്കിയിട്ട് പോകുന്നവരായിരിക്കും, അവരോട് പാർക്ക് ചെയ്തിട്ട് പോകുന്നില്ല. ഇതാണ് MG റോഡ് മെട്രോ. ആലുവ സൈഡിൽ നിന്നൊക്കെ വരികയാണ് MG റോഡിലേക്കൊക്കെ, ശരിക്കും പറഞ്ഞാൽ ബസ്സിലോ ടാക്സി വിളിച്ചോ ഒന്നും വരണ്ട. അവിടുന്ന് കയറുക, മെട്രോ 15-20 മിനിറ്റ്സിൽ MG റോഡ് എത്തും, സാധനങ്ങൾ വാങ്ങിക്കുക, തിരിച്ച് പോവുക. പിന്നെ വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ടേക്ക് യുവർ കാർ ആൻഡ് കം. അതർവൈസ് മെട്രോ ഇസ് എ വണ്ടർഫുൾ ഓപ്ഷൻ. ഇപ്പം phase 2 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് കാക്കനാടും കൂടെ വന്നു കഴിയുമ്പോൾ സോ ഇറ്റ്സ് ഗോയിങ് ടു ബി വണ്ടർഫുൾ മാൻ. അപ്പോൾ ഈ ബസ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, മൈറ്റ് ബി ഏബിൾ ടു സീ ദാറ്റ്. ഇവിടെ നിന്നാണ് തുടക്കം. കാരണം ഇത് റോഡ് ടൈറ്റ് ആകുമ്പോഴത്തേക്ക് എങ്ങോട്ടാണ് ചേട്ടാ? ഓഫ്, ഹെവി റഷ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഹെവി റഷ്. ഇതാണ് കൊച്ചി ട്രാഫിക്. ഈ സിവിക് സെൻസിൻ്റെ മാത്രമല്ല. കണ്ട അയ്യോ അവൻ്റെ ഗ്ലാസ്. this is exactly what is happening which I'm talking about. പുള്ളി അവിടെ കുറച്ച് അടുപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം അതൊക്കെ പോയേനെ. ഇത്രയും തിരക്ക് കൂടുമ്പം ആൾക്കാർ ഒരു പിടിവിട്ടു. ഈ ബസ് ഭയങ്കര രസമാണ്. ഇത് അടുപ്പിച്ചടുപ്പിച്ചാൽ പോണേന്നറിയൂ. പുള്ളി ഇവിടുന്ന് നേരെ റൈറ്റിലേക്ക് കയറ്റി, ഇപ്പോൾ അവിടുന്ന് നേരെ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് കയറ്റി. ബാക്ക് മൊത്തം ഇടിച്ച്, ബ്രേക്ക് ലൈറ്റും ഇല്ല, അതെല്ലാം പൊട്ടി. ഇതൊക്കെ അവിടുന്ന് ലെഫ്റ്റിൽ കയറ്റി ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടില്ല കേട്ടോ. ഓക്കെ, ക്യാമറേൻ്റെ ബാറ്ററി തീർന്നു പോയി. ബാറ്ററി പുതിയതിട്ട് മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ കണക്റ്റ് ആവുന്നില്ല. ഇതുണ്ട് ഇവിടുത്തെ ട്രാഫിക് ഉണ്ട്. ഇത് നമ്മുടെ കൊച്ചിയിലേക്കുള്ള ട്രാഫിക്കാണ്, മറൈൻ ഡ്രൈവിലേക്കുള്ള. നിങ്ങൾ കാണുന്നോന്ന് എനിക്കറിയില്ല. സോ ദിസ് ഇസ് വാട്ട് ദ കറൻറ്റ് സിറ്റുവേഷൻ. ഇത് 7 o'clock 7 PM. പാലം ഇവിടം വരെയായി. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അവിടം വരെ എത്തും. ഇതാണ് കൂനംതൈ. ഇവിടെയാണ് മറ്റേ ബാംഗ്ലൂർ പോകാനുള്ള ബസ്സുകൾ. പണ്ട് എടപ്പള്ളിയിലായിരുന്നു നിർത്തിക്കൊണ്ടിരുന്നത്. അവിടെ ഇപ്പം തിരക്ക് കാരണം അത് മൂക്ക് കൂനംതൈയിലും നിർത്താം. അവിടെ ഹോട്ടൽ അഭിരാമി ഉണ്ട്, അവിടെ കയറി ഭക്ഷണം കഴിക്കാം. അപ്പോൾ എനിവേസ് വീടിൻ്റെ അടുത്ത് എത്താനായി. So I'm going to end this video here. It's a very short video. Just want to make it short. ഇവിടുത്തെ ഒരു തിരക്ക് എന്താണെന്ന് കാണിക്കാനും
പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഉള്ള ഒരു ഇതിൽ വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. സോ if you're watching, thanks for watching. You have a wonderful day. Adios. Bye.